പ്രമേഹ ചികിത്സയിൽ മരുന്നുകളോടൊപ്പം തന്നെ ചിട്ടയായ ഭക്ഷണ ക്രമീകരണത്തിനും വ്യായാമത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ മരുന്നുകൾ ഒരു 50% മാത്രമേ നമുക്ക് ശരിയാവുള്ളൂ. അതായത് 50% പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ ഭക്ഷണ ക്രമീകരണത്തിനും വ്യായാമത്തിനുമാണ് ബാക്കി 50% ചെയ്യാൻ കഴിയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഭക്ഷണ രീതികൾ ശരിയല്ലെങ്കിൽ എത്ര നല്ല മരുന്ന് അല്ലെങ്കിൽ എത്ര കൂടിയ വിലയുള്ള മരുന്നാണെങ്കിലും നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഭക്ഷണ ക്രമീകരണവും വ്യായാമവും അതോടൊപ്പം തന്നെ ശരിയായ രീതിയിലുള്ള മരുന്നുകളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രമേഹ ചികിത്സയിൽ വിജയം കൈവരിക്കാനാകൂ. ചിട്ടയായ വ്യായാമം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നമ്മൾ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ മുതൽ കൂടുതൽ, അപ്പം അരമണിക്കൂറെങ്കിലും ചെയ്തിരിക്കണം. ഒരു അമിതവണ്ണമുള്ള ആളാണെങ്കിൽ നമ്മൾ വണ്ണം കുറയണം എന്നുള്ള രീതിയിലാണ് നമ്മൾ വ്യായാമം ചെയ്യുന്നതെങ്കിൽ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്താൽ മാത്രമേ നമുക്ക് വണ്ണം കുറയാനുള്ളൊരു സാധ്യതയുള്ളൂ. അതല്ലാതെ ഒരു അരമണിക്കൂർ നടന്നതുകൊണ്ടോ അല്ലെങ്കിൽ 45 മിനിറ്റ് അങ്ങനെ എത്രയും കൂടുതലായിട്ട് പിന്നെ നമ്മളൊരു പരിധി വിട്ട് ചെയ്യുന്നതിലും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ചിട്ടയായ രീതിയിൽ ഇപ്പോൾ നമ്മളൊരു നടക്കലാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂറെങ്കിലും, അല്ലെങ്കിൽ സൈക്ലിംഗ് ആണെങ്കിൽ അത് ചെയ്യാം, സ്വിമ്മിങ് നീന്തലാണെങ്കിൽ അത് ചെയ്യാം, യോഗയാണെങ്കിലും എയറോബിക്സ് ആണെങ്കിലും ഏത് തരത്തിലുള്ള വ്യായാമമാണെങ്കിലും ഒരു അരമണിക്കൂറിൽ കൂടുതൽ നമ്മൾ ദിവസവും ചെയ്യണം. സാധാരണ നമ്മളെപ്പോഴും പറയണത് ഒരു അരമണിക്കൂറെങ്കിലും നടക്കുക. അതിപ്പോൾ നമുക്ക് പുറത്ത് പോയി നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ട്രെഡ്മിൽ വാക്കിംഗ് ആയാലും മതി. എന്നിരുന്നാലും പക്ഷേ നമ്മൾ ആ ഒരു കൈയും കാലമൊക്കെ ഇളക്കി ബ്രിസ്ക് വാക്കിംഗ് ആണ് പറയണം, അല്ലാണ്ട് ഒരു സ്ലോയിൽ നമ്മൾ നടന്നിട്ട് പ്രയോജനമില്ല. അതുപോലെ നമ്മൾ ഈ യോഗ ചെയ്യുമ്പോഴാണെങ്കിൽ യോഗയാണെങ്കിൽ ഒരു 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മൾ ചെയ്യണം, എന്നാലേ നമുക്ക് അതിനുള്ളൊരു ഫലം കിട്ടുള്ളൂ. അപ്പോൾ ഭക്ഷണ രീതിയും വ്യായാമവും അതോടൊപ്പം മരുന്നുകളും ഒന്നിച്ചു കൊണ്ടുപോയാലാണ് നമ്മൾ പ്രമേഹ രോഗത്തിനൊരു വിജയം കണ്ടെത്താൻ കഴിയുള്ളൂ.